എൻ്റെ കാഴ്ചപ്പാടിൽ ഇപ്പം കഴിഞ്ഞ 10 കൊല്ലത്തിന് മുമ്പായിരുന്നു മൻമോഹൻ സിംഗ് ഗവൺമെൻറ് ഉണ്ടായിരുന്നു. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഇപ്പം ഇൻ്റർനാഷണൽ സ്റ്റേച്ചർ നമ്മുടെ രാജ്യത്തിന് കൂടി, അതായത് നമ്മുടെ ഇക്കോണമി വലുതായി. ഇപ്പം 3-ാമത്തെ 4-ാമത്തെയോ വലിയ ഇക്കോണമി ആയിട്ട് മാറി. ഇപ്പം കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇസ്രായേൽ പാർലമെൻറ്റിൽ പോയിട്ട് പ്രധാനമന്ത്രി സംസാരിച്ചപ്പോഴത്തേക്ക് ആദ്യം നമ്മൾ കേൾക്കുന്ന പ്രതിപക്ഷം ഇറങ്ങിപ്പോയി എന്ന് കേട്ടു. പിന്നെ പ്രതിപക്ഷം തിരിച്ചു വന്നു എന്ന് കേട്ടു. പ്രതിപക്ഷം പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾ സംസാരിക്കുന്ന കേൾക്കാനായിട്ട് തിരിച്ചു വന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഇവിടെയാണെങ്കിലും നമ്മുടെ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഒരാൾ വന്നു കഴിയുമ്പം തിരിച്ചു വരില്ല. ഇപ്പോൾ AI സമ്മിറ്റ് എന്ന് പറഞ്ഞ് ഇന്ത്യ നടന്നപ്പോഴത്തേക്ക് പറഞ്ഞു, അതായത് ഷട്ടില്ലാതെ അവിടെ പ്രകടനം നടത്തി എന്ന് പറഞ്ഞു. അത് നമുക്ക് നാണക്കേടായി എന്ന് പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ പ്രക്ഷോഭണം, അതായത് നമ്മൾ എതിർത്ത് വരുന്നത് ശരിക്കും പറഞ്ഞാൽ പല പല രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അവിടുത്തെ ഒരു ഗവൺമെൻറ്റിലും അപ്പം ഒരു ഇമേജ് നമുക്ക് ഇന്ത്യക്ക് ഇപ്പോൾ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു കറപ്ഷൻ നിങ്ങളിപ്പം കേൾക്കുന്നില്ല. ലാസ്റ്റ് നിങ്ങൾ കറപ്ഷൻ കേട്ടത് റഫേലിനെ പറ്റി മാത്രമാണ് കറപ്ഷൻ കേട്ടത്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ഗവൺമെൻറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പം കറപ്ഷൻ കേൾക്കുന്നില്ല നമ്മൾ. എൻ്റെ അർത്ഥം എന്താ പറഞ്ഞത്, അതിനൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പം മോഡി അല്ലെങ്കിൽ ഫാമിലി പരമായിട്ട് അങ്ങനെ കറപ്ഷൻ കേൾക്കുന്നില്ല. നമ്മൾ ഇലക്ഷൻ്റെ സമയത്ത് റഫേൽ എന്ന് പറഞ്ഞിട്ട് പ്രശ്നമുണ്ടാകും, പക്ഷേ റഫേൽ ഒന്നുമില്ല അപ്പം എന്ന് പറഞ്ഞത് മാറിപ്പോയി. അപ്പം ആ കറപ്ഷൻ എന്നുള്ള ഫാക്ടർ ഒത്തിരി കുറഞ്ഞു.